അർജുനൻ അവജ്ഞയോടെ ചിരിച്ചു. പരിഹാസത്തോട് പറഞ്ഞു, അമ്മയും സഹോദരനും എന്ന നിലയിലുള്ള നിങ്ങളുടെ ജോലിയും ഒട്ടും കുറവല്ല. ഭീമൻ നിത്യവും രോഗിയായി തീരുന്നു. നകുലനും സഹദേവനും നിങ്ങളുടെ സേവനം ആഗ്രഹിക്കും. പാവം ജ്യേഷ്ഠൻ എന്ത് ചെയ്യും? ഞങ്ങളെ ശപിക്കുകയല്ലാതെ അദ്ദേഹത്തിന് മറ്റു മാർഗമൊന്നുമില്ല. മാത്രവുമല്ല, അമ്മ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ അമ്മയുടെ ഭാഗം അഭിനയിക്കുന്നത് എന്തിന്? കൗരവ കുടുംബത്തിൽ ജനിച്ചവളാണെങ്കിലും ദുഷള്ള ഞങ്ങളുടെ ഏക സഹോദരിയാണ്. വിവരമറിഞ്ഞ് നാളെ അവൾ വന്നെത്തും. നിങ്ങൾ അവളുടെ സ്ഥാനം കൈയടക്കുന്നതും ശരിയല്ല. ഞാൻ അമ്മയെ പ്രതീക്ഷിച്ച് കിടക്കുകയാണ്. ഇപ്പോൾ വരും. അമ്മ എൻ്റെ തലക്കിലിരിക്കും. ആ സന്തോഷം നിങ്ങൾക്ക് പങ്കുപറ്റേണ്ടതല്ല. ദയവ് ചെയ്തു പോകുക. നിങ്ങൾ സ്പർശിക്കുമ്പോൾ എനിക്ക് ക്ലേശം വർദ്ധിക്കുന്നു. ഉറക്കം വരാതെയാകുന്നു. നിങ്ങൾ മനസ്സിലാക്കുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ വിരഹത്തിനിടമില്ല. നിങ്ങൾ 5 ഭർത്താക്കന്മാരുടെ ഭാര്യയാണ്. നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൈകൂപ്പുന്നു. ജ്യേഷ്ഠന്റെ മുൻപിൽ എന്നെ കുറ്റക്കാരനാക്കരുത്. കുറഞ്ഞപക്ഷം സഹോദരന്മാർ തമ്മിലുള്ള നല്ല ബന്ധം നിങ്ങൾ കാരണം ശിഥിലമാകാതിരിക്കട്ടെ. ഈ അപമാനം എനിക്ക് അസഹനീയമായിരുന്നു. ഞാൻ ആരുടെയും ആനന്ദത്തിൽ പങ്കുപറ്റുവാൻ ആഗ്രഹിക്കുന്നില്ല. ആരും തമ്മിൽ കലഹമുണ്ടാക്കുവാനും ആഗ്രഹിക്കുന്നില്ല. ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നത് പോലെ സമാധാനപൂർവവും സ്വസ്ഥവുമായൊരു ജീവിതം, ഭർത്താവും മക്കളും അടങ്ങിയ ഒരു ലോകം, അതാണ് ഞാൻ ആഗ്രഹിച്ചത്. അതിൽ കൂടുതലായി ഒന്നുമില്ല. എന്നാൽ എൻ്റെ ജീവിതം എന്തുകൊണ്ടാണ് നാടകീയമായി തീരുന്നത്? ദുഃഖവും ക്ഷോഭവും അടക്കി ഞാൻ അർജുനന്റെ മുറിയിൽ നിന്നും പുറത്തിറങ്ങി. പക്ഷേ യുധിഷ്ഠിരന് കിടപ്പറയുടെ വാതിൽ അടഞ്ഞു കഴിഞ്ഞു. രാത്രി ഏറെയായി. ഇന്ദ്രപ്രസ്ഥത്തിലെ ആകാശത്തിൽ നക്ഷത്രങ്ങൾ പോലും മേഘങ്ങളുടെ മറവിൽ ഉറക്കം തങ്ങുകയായിരുന്നു. ഞാൻ ഏകാകിനിയായിരുന്നു. 5 ഭർത്താക്കന്മാരുടെ അടഞ്ഞ കിടക്കറകളെ യോജിപ്പിക്കുവാന്ന വരാന്തയിൽ ഹൃദയത്തിൽ വിങ്ങുന്ന വേദന കടിച്ചമർത്തിക്കൊണ്ട് യജ്ഞസേന നിന്നു. ഇരുണ്ട ആകാശത്ത് സ്പർശമണ്ഡലം ഒരു ചോദ്യചിഹ്നമായി എൻ്റെ കൺമുമ്പിൽ പതുക്കെ പതുക്കെ മിന്നുന്നുണ്ടായിരുന്നു. ധനം, ഐശ്വര്യം, സാമർഥ്യം, യശസ്, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, ഭർത്താവ്, പുത്രൻ, പുത്രി, ഭാര്യ, ഇക്കൂട്ടത്തിൽ വേദന അറിയാവുന്ന ഒരു ബന്ധം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. സുഖത്തിൽ സുഖം ചാലിച്ച ആനന്ദം 100 ഇരട്ടിയാകുകയും ദുഃഖത്തിൽ പങ്കുചേർന്ന് വില കുറയ്ക്കുകയും ചെയ്യുന്ന ബന്ധുവാണ് യഥാർത്ഥ ബന്ധു. ഗോവിന്ദൻ അങ്ങനെയുള്ള ഹൃദയാലുവായ ഒരു മിത്രമാണ്. മിത്രത്തിന്റെ മുൻപിൽ മനസ്സ് തുറന്നാൽ അദ്ദേഹം ആകാശം പോലെ സ്വതന്ത്രനും ഉദാരവും പ്രകാശപൂർണവുമായി തീരും. എന്നാൽ മറ്റുള്ളവരുടെ മനസ്സറിയുന്ന ഗോവിന്ദനോട് ഒന്നും തുറന്നു പറയേണ്ടി വരുന്നില്ല. അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ഉദയസൂര്യന്റെ സ്പർശനമേറ്റ് ഇതൾ വിരിയുന്ന പൂവ് പോലെ മനസ്സ് താനേ തുറക്കുന്നു. അതുകൊണ്ട് മനസ്സിൽ വേദന അസഹനീയമാകുമ്പോൾ എനിക്ക് ഗോവിന്ദനെ കാണണമെന്ന ആഗ്രഹമുണ്ടാകും. മനസ്സിലെ അവ്യക്തമായ വേദന മുഴുവൻ മറ്റൊരാളിലേക്ക് പകരും. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയുവാൻ പറ്റുകയില്ല. ചില വിധികളും ചില വികാരങ്ങളും ജീവിതകാലം മുഴുവൻ ഭർത്താക്കന്മാരോട് പോലും വ്യക്തമാക്കുവാൻ കഴിയാതെ വരും. എന്നാൽ ഗോവിന്ദന്റെ മുൻപിൽ എല്ലാ രഹസ്യങ്ങളും അറിയാതെ തന്നെ അനാവൃത്തങ്ങളാകുമെന്ന് ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. അന്നും എന്നെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിന്റെ ഏതോ കോണിൽ മൂകവേദനയുടെ കണ്ണുനീർ തുള്ളികൾ ഇറ്റുവീഴുന്നതായി അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം പറഞ്ഞു, സഖി, നമുക്ക് ശത്രുതു നദിയുടെ തീരത്തുള്ള വനത്തിൽ ഒരു വിനോദയാത്ര പോകാം. വനഭോജനം കഴിക്കുമാറാകാം. അർജുനനെയും കൊണ്ടുപോകാം. അയാളുടെ മനസ്സും ഉല്ലാസമുണ്ടാകട്ടെ. വീട്ടിൽ കുത്തിയിരുന്ന അയാൾക്ക് ദേഷ്യവും ശുണ്ഠിയും കൂടുന്നെന്ന് തോന്നുന്നു. എൻ്റെ മനസ്സ് മാറ്റുവാൻ വേണ്ടിയാണ് ഈ ഏർപ്പാടെല്ലാമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ തടഞ്ഞില്ല. വിശാലമായ ആകാശവും സ്വച്ഛന്ത വായുവും പുതിയ പച്ചപ്പും ഞാൻ ആഗ്രഹിച്ചു. പ്രകൃതിയുടെ ഈ സജീവ സൂക്ഷ്മയിലെല്ലാം മറന്ന് അല്പസമയം കഴിച്ചുകൂട്ടാം. രഥം തയ്യാറായി. 5 പാണ്ഡവന്മാരും ശ്രീകൃഷ്ണനും എൻ്റെ ചില തോഴിമാരും ശത്രുതരായേക്ക് യാത്രയിടുങ്ങി. ഞങ്ങൾ വരുന്ന വിവരം വസന്തത്തിന് മുൻകൂട്ടി ലഭിച്ചെന്ന് തോന്നുന്നു. വസന്തർത്ത് ശതദ്രുവിലെ ജലതർപ്പണത്തിൽ സ്വന്തം മുഖം നോക്കി അണിഞ്ഞൊരുങ്ങൽ വളരെ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. അശോകം, ചെമ്പകം, മുല്ല തുടങ്ങി പേരറിയാത്ത അസംഖ്യം പുഷ്പങ്ങളുടെ ഉഴുതൽ ഉൾപ്പെടെയുള്ള സൗരഭ്യത്തിൽ വനപ്രദേശം നിറഞ്ഞു നിന്നു. കാട്ടുവഴിയിൽ ചിതറിയ ഇലഞ്ഞിപ്പൂക്കൾ മെത്ത വിരിച്ചതുപോലെ കിടക്കുന്നു. സുഗന്ധ തൈലത്തിന്റെ മണം പരത്തി ഞങ്ങളെ മോഹിനിപ്പിക്കുവാൻ വായു സജ്ജമായി നിന്നു. വനം പുലരിവേലിയിൽ ഇളകുന്ന സരസാകുന്ന താലത്തിൽ പുതുതായി വിടർന്ന നീലത്താമര പൂക്കൾ ആർക്യമായി അർപ്പിച്ചു. മാന്തൂപ മാമ്പൂക്കളുടെ മേൽക്കെട്ടി വിരിച്ച് ശീതള ചായയൊഴുക്കി ഞങ്ങളെ കാത്തുനിന്നു. അപാരമായ വനഭംഗിയിൽ ഞാൻ എന്നെ തന്നെ മറന്നു നിന്നു. ഞാൻ ധ്രുവതരാജന നന്ദിനിയായ ദ്രൗപദിയാണെന്നോ ഇന്ദ്രപ്രസ്ഥത്തിലെ മഹാറാണിയായ കൃഷ്ണയാണെന്നോ പഞ്ചപാണ്ഡവന്മാരുടെ ധർമ്മപത്നിയായ പാഞ്ചാലിയാണെന്നോ ഓർമ്മിച്ചില്ല. നിർമ്മലമായ പ്രകൃതി മനസ്സിലെ സർവ്വ ദുഃഖങ്ങളുടെയും വേദനകളും കഴുകിക്കളഞ്ഞു. പുണ്യസലിയായ ശത്രുതു നദിയുടെ തീരത്ത്
താമസിക്കുന്ന വാസികളായ അവസ്ഥ അറിയുവാൻ വേണ്ടി യുധിഷ്ഠിരൻ പരിചാരകാരന്മാരോടൊപ്പം അങ്ങോട്ട് പോയി. ഭീമൻ ഉക്ഷഭക്ഷണത്തെപ്പറ്റി ചിന്തിച്ച് കാട്ടിലെ പക്വബലങ്ങൾ തേടിയിറങ്ങി. നകുലൻ കുതിരകളെയും കൊണ്ട് കാട്ടിൽ കളിക്കുവാൻ ഇറങ്ങി. സഹദേവൻ വിജനമായ നദീതീരത്തിരുന്ന് ശ്രീകൃഷ്ണന്റെ ദ്വാരകയാത്രയ്ക്ക് ഇനി എത്ര ദിവസങ്ങളുണ്ടെന്ന് എണ്ണുവാൻ തുടങ്ങി. ഇന്ദ്രപ്രസ്ഥത്തിൽ യുധിഷ്ഠിരൻ സ്ഥിരപ്രതിഷ്ഠ നേടിക്കഴിഞ്ഞു. ഇനി കൃഷ്ണന് ദ്വാരകയിലേക്ക് മടങ്ങിപ്പോകാം. നല്ല ദിവസം നോക്കിയാൽ മതിയെന്ന് കുന്തി അനുശാസിച്ചു. സഹദേവൻ അത് കണക്ക് കൂട്ടി നോക്കുകയായിരുന്നു. മാന്തോപ്പിൽ കൃഷ്ണനും അർജുനനും ബാക്കിയായി. ഞാനും അവരോടൊപ്പം അവിടെ നിന്നു. എൻ്റെ പരിചാരകന്മാർ വനഭംഗി കാണുവാനും പൂക്കൾ കേൾപ്പിക്കാനും പോയി കഴിഞ്ഞു. ഞാൻ താമ്പൂലം നീട്ടിക്കൊണ്ട് ശ്രീകൃഷ്ണനോട് ചോദിച്ചു, കുറച്ചു ദിവസം കൂടി ഇന്ദ്രപ്രസ്ഥത്തിൽ കഴിയുന്നതിൽ അങ്ങേക്ക് എന്താണ് അസൗകര്യം? ഓ, ദ്വാരകയിൽ 8 പട്ടമഹർഷിമാർ മാത്രമല്ല, അവരൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഞാനത് ഓർത്തില്ല. അർജുനൻ ചിരിച്ചു. 8 പട്ടമഹർഷിമാർ മാത്രമല്ല, ദ്വാരകയിലെ അന്തപുരത്തിലെ ആയിരക്കണക്കിന് ഉപഭഗ്നിമാരും സഖാവിന്റെ വിരഹത്തിൽ ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്നു. അധിക ദിവസം അത് തടഞ്ഞു നിർത്തിയാൽ അദ്ദേഹം നമ്മെ ശപിക്കും. ശ്രീകൃഷ്ണൻ എന്നെ തിരിഞ്ഞു നോക്കി, പൊട്ടിച്ചിരിച്ചു. സ്നേഹത്തിന്റെ അഭിപ്രായം കേട്ട് എന്നെ ആര്യാവർത്തത്തിലെ ഏറ്റവും മികച്ച കാമുകനാണെന്ന് കരുതരുത്. സ്നേഹിതൻ പറഞ്ഞതിൽ അല്പം സത്യമുണ്ട്. ദ്വാരകയിലെ അന്തപുരത്തിൽ 8 പട്ടമഹർഷിമാർക്ക് പുറമെ അനേകം ഉപഭഗ്നിമാരുമുണ്ട്. എനിക്ക് മറ്റൊരു ഗതിയുമില്ലായിരുന്നു. നരകാസുരൻ 1000 കന്യകമാരെ ബലാത്കാരനെ രാജധാനിയിൽ ബന്ദികളായി പാർപ്പിച്ചിരുന്നു. നരകാസുരന്റെ ഔദ്ധത്യവും അക്രമവും അതിരറ്റതായി. അപ്പോൾ പ്രജകളുടെ സമാധാനത്തിനു വേണ്ടി ഞാൻ അയാളെ വധിച്ചു. ഭാഗ്യഹീനകളായ രാജകുമാരിമാരെ ബന്ധന വിമുക്തരാക്കി ഞാൻ അവരുടെ മാതാപിതാക്കളെ വിവരമറിയിച്ചു. എന്നാൽ തങ്ങളുടെ പെൺമക്കളുടെ ദുരവസ്ഥയിൽ കണ്ണീരൊഴുക്കിക്കൊണ്ടിരുന്നവരായും തന്റെ മക്കളെ സ്വീകരിക്കാൻ തയ്യാറായില്ല. അവരുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ആത്മഹത്യ മാത്രമാണ് ഏക പോംവഴി. നരകാസുരന്റെ തടവറയിൽ ഇത്രകാലം കഴിഞ്ഞ പെൺകുട്ടിയെ ഏതെങ്കിലും രാജകുമാരനോ അന്യപുരുഷനോ പാണിഗ്രഹണം ചെയ്യുവാൻ തയ്യാറാകുകയില്ല. അവർ പിതാവിന്റെ രാജ്യത്ത് മടങ്ങിച്ചെന്നാൽ രാജാവിന്റെ യശസ് ക്ഷയിക്കും. ഈ സാഹചര്യത്തിൽ ആത്മഹത്യയല്ലാതെ മറ്റു ഉപായമില്ല. ഓ, എന്തൊരന്യായം! എന്റെ വായിൽ നിന്ന് അനായാസേന ഈ വാക്കുകൾ പറഞ്ഞു. ശ്രീകൃഷ്ണൻ സഹാനുഭൂതി നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ഇനി അന്യായം കാണണമെന്നാണ് സീതാദേവിക്ക് വീണ്ടും വീണ്ടും അഗ്നിപരീക്ഷ നേരിടേണ്ടി വന്നത്. അവസാനം അവർ ഭൂമിയുടെ മടിത്തട്ടിൽ അഭയം തേടി. അല്പം കഴിഞ്ഞ് അദ്ദേഹം തുടർന്നു, ആത്മഹത്യയല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്ന് കണ്ട് ആ യുവതികൾ എന്നെ ശരണം പ്രാപിച്ചു. അവർ കാതരസ്വരത്തിൽ പറഞ്ഞു, ഹേ ഗോപിക വല്ലഭ, നരകാസുരനെ വധിച്ചതിലൂടെ അങ്ങ് ഞങ്ങളെ ആപത്തിൽ നിന്ന് അകപ്പെടുത്തി. ഭൂമിയിൽ അദ്ദേഹമായിരുന്നു ഞങ്ങൾക്ക് ഏക ആശ്രയദാതാവ്. അദ്ദേഹം ഭരിച്ചതിന് ശേഷം ഞങ്ങൾ ഈ ലോകത്ത് തലചായ്ക്കുവാൻ ഇടമില്ലാത്തതായി. ഇനി ഞങ്ങൾ എന്തു ചെയ്യാം? അപ്പോൾ ഞാൻ എല്ലാ രാജ്യത്തെയും രാജകുമാരന്മാരെയും ക്ഷണിച്ചു വരുത്തി. ആ രാജകുമാരിമാരെ സ്വീകരിക്കുവാൻ അപേക്ഷിച്ചു. അവരിൽ ഒരാൾ പോലും തയ്യാറായി മുന്നോട്ട് വന്നില്ല. രാജകുമാരിമാർ ദുഃഖാരിതത്താൽ മരണാസന്നരെ പോലെ എന്നോട് യാചിച്ചു, ഹേ കൃഷ്ണ, അങ്ങ് ഞങ്ങളുടെ പ്രാണദാതാവാണ്, മുക്തിദായകനാണ്. അങ്ങ് ഞങ്ങളെ രക്ഷിച്ചില്ല എങ്കിൽ ഞങ്ങളുടെ എല്ലാം ആത്മഹത്യക്ക് ഉത്തരവാദിയാകും. ഞാൻ അവരെ ആശ്വസിപ്പിച്ചു, നിങ്ങൾക്ക് എൻ്റെ രാജ്യത്ത് അഭയം തരാം. നിങ്ങൾക്ക് ആഹാരത്തിനും വസ്ത്രത്തിനും ഒരു കുറവും ഉണ്ടായിരിക്കുകയില്ല. ആയുഷ്കാലം മുഴുവൻ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ലഭിക്കും. പെട്ടെന്ന് ഞാൻ ശ്രീകൃഷ്ണന്റെ അഭിപ്രായത്തെ എതിർത്തു. സഖേ, ആഹാരവും വസ്ത്രവും പാർപ്പിടവും ലഭിച്ചതുകൊണ്ട് മാത്രം ആർക്കെങ്കിലും ജീവിക്കുവാൻ കഴിയുമോ? സാമൂഹികമായ അംഗീകാരവും ആദരവും എല്ലാവരുടെയും സഹകരണവും പിന്തുണയും ജീവിക്കുവാൻ ആവശ്യമായ ഘടകമല്ലേ? നരകാസുരന്റെ കാരാഗ്രഹത്തിലും ആഹാരത്തിനും വസ്ത്രത്തിനും താമസത്തിനും കുറവുണ്ടായിരുന്നില്ല. ആഹാരവും വസ്ത്രവും കൊടുത്തതുകൊണ്ട് അവർ സാമൂഹികമായ മാന്യത എങ്ങനെ നേടിയെടുക്കും? സ്ത്രീയോട് സമൂഹം കാട്ടുന്ന അന്യായത്തിന് എന്തു പ്രതിവിധിയാണ് ചെയ്തത്? എന്റെ ആരോപണം കേട്ട് ശ്രീകൃഷ്ണൻ പൊട്ടിച്ചിരിച്ചു. നാടകത്തിന്റെ അന്ത്യരംഗം ഏറ്റവും രോമാഞ്ചകരമായിരുന്നു. നിങ്ങളെപ്പോലെയുള്ള ഒരു രാജകുമാരി എന്നോട് ഈ ചോദ്യം ചോദിച്ചു. എന്റെ കാൽക്കൽ സ്വയം അർപ്പിച്ചുകൊണ്ട് അവർ അപേക്ഷിച്ചു, ഹേ കൃഷ്ണ, ഞങ്ങളെ സ്വീകരിച്ചിട്ട് ഞങ്ങളുടെ മാനം കാക്കൂ. അവരെ ഭാര്യമാരായി സ്വീകരിക്കുകയാണ് എൻ്റെ കർത്തവ്യമെന്ന് അപ്പോൾ ഞാൻ തീരുമാനിച്ചു. സ്ത്രീയുടെ ശരീരം മാത്രമല്ല സ്ത്രീയെന്നോ അവൾക്കും ആത്മാവുണ്ടെന്നോ പുരുഷവർഗം മനസ്സിലാക്കട്ടെ. ശരീരത്തെ ഭൂതഗന്ധമായ നരകത്തിലെറിഞ്ഞാലും ആത്മാവ് പാപത്തിന്റെ പങ്കാളിയാകുന്നില്ല. ബലാത്കാരേണ ശരീരത്തിൽ കീഴ്പ്പെടുത്താനും ആത്മാവ് പ്രതിബദ്ധമാകുന്നില്ല. ആത്മാവ് മുക്തിയുടെ മാർഗം കണ്ടെത്തിയാൽ പ്രകാശപഥത്തിൽ സഞ്ചരിച്ചാൽ അത് നിഷ്കളങ്കമാണ്, വിമുക്തമാണ്, പവിത്രമാണ്. ആയിരക്കണക്കിന് യുവതികൾ അങ്ങനെ എൻ്റെ ഭാര്യമാരായി. ഞാൻ അവരുടെ നിഷ്കളങ്കമായ ആത്മാവിനെ ആദരിച്ചു, വിവാഹം ചെയ്തു, സ്വീകരിച്ചു. എവിടെ ആത്മാവും ആത്മാവുമായി സംയോഗം ഉണ്ടാകുമെന്നോ അവിടെ ശാരീരിക ബന്ധം പ്രാധാന്യമായി ഇല്ലാത്തതായി തീരും. അതുകൊണ്ട് ഞാൻ വർഷങ്ങളോളം ഇന്ദ്രപ്രസ്ഥത്തിൽ കഴിഞ്ഞാലും എൻ്റെ ഭാര്യമാർ നിങ്ങളെ ശപിക്കുകയില്ല.
ശാരീരികമായ ഭോഗാല്ലാസം കൊണ്ടല്ല ഞാൻ അവരെ വിവാഹം ചെയ്തത്. ഞാൻ അവരുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി, അവരുടെ ആത്മാവിനെ ഇഷ്ടപ്പെടുകയും ചെയ്തു. അവരെല്ലാം എൻ്റെ ആത്മാവിൻ്റെ പ്രേയസിമരാണ്. എൻ്റെ പ്രേമം മനസ്സിലാക്കുവാൻ കഴിവില്ലാത്തവർ എന്നെ ലംബടൻ എന്ന് വിളിക്കുന്നു. ഞാൻ വളരെ മുൻപ് തന്നെ പ്രേമസ്വരൂപനായ കൃഷ്ണന്റെ ആത്മാവുമായുള്ള പ്രേമത്താൽ ബന്ധിതയായിരുന്നു. നരാധമനായ നരാകുസുരൻ 1000 കന്യകമാരുടെ കൂട്ടത്തിൽ എന്നെയും തടവിലാക്കാത്തത് എന്തുകൊണ്ട് എന്ന് വിചാരിച്ച് ഞാൻ വ്യസനപ്പെട്ടു. അർജുനന്റെ ഭാവനയ്ക്ക് വിപരീതമായ സംഗതിയാണ് പരിഹാസ രൂപത്തിൽ പറഞ്ഞത്. സഖി, ലോകം മുഴുവനുമുള്ള വാർത്തകൾ അങ്ങയുടെ പക്കലുണ്ട്. 1,00,000 രാജകുമാരിമാരെ തടവുപുള്ളികളാക്കിയിട്ടുള്ള ഏതെങ്കിലും ദാനവന്റെ കാര്യം ദയവായി പറഞ്ഞു തരാമോ? ഈ നിമിഷം അയാളെ കൊന്നിട്ട് ആ സുന്ദരിമാരുടെ സുന്ദരമായ ആത്മാക്കളെ സ്വീകരിച്ച് എൻ്റെ അന്തഃപുരത്തിൽ ഇട്ടുകൊള്ളാം. അങ്ങനെയായാൽ എനിക്ക് കൃഷ്ണയുടെ വിരഹത്തിൽ കൈകാലിട്ടടിക്കേണ്ടി വരികയില്ലല്ലോ. ഈ പരിഹാസം കേട്ട് ശ്രീകൃഷ്ണൻ പൊട്ടിച്ചിരിച്ചു. അർജുനന്റെ വാക്കുകളിൽ എന്നോടുള്ള പരോക്ഷമായ പരിഭവം ഒളിച്ചു വെച്ചിരുന്നു. അതും അദ്ദേഹത്തിന് മനസ്സിലായി. പ്രശാന്ത വദനനായി അർജുനനെ നോക്കി. ഒരു വീരപുരുഷന്റെ ജീവിതത്തിൽ അനേക സ്ത്രീരത്നങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ സംഭവിക്കാം. എന്നാൽ ഒരു കാര്യത്തിൽ എനിക്കുറപ്പുണ്ട്. സുന്ദരിമാരായ 1000 രാജകുമാരികൾ നിങ്ങളുടെ അന്തഃപുരത്തിൽ ഉണ്ടായിരുന്നാൽ പോലും നിങ്ങൾ കൃഷ്ണയുടെ വിരഹാഗ്നിയിൽ സദാ എരിഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ കൃഷ്ണയുടെ സ്ഥാനം ഏറ്റെടുക്കുവാൻ ആർക്കും സാധ്യമല്ല. അർജുനൻ ചോദിച്ചു, ഈ വേദനയ്ക്ക് എന്താണ് പ്രതിവിധി? ശാന്തസ്വരത്തിൽ കൃഷ്ണൻ പറഞ്ഞു, കൃഷ്ണയുടെ ആത്മാവിനെ സ്പർശിക്കുവാൻ ശ്രമിക്കൂ. അവിടെ വിരഹത്തിനിടമില്ലെന്ന് സ്നേഹിതനും മനസ്സിലാവും. ശ്രീരാമന്റെയും വൈദേഹിയുടെയും ആത്മാവിന്റെ സംയോഗമാണ് ഉണ്ടായത്. അതുകൊണ്ട് ദീർഘകാലം വേർപിരിഞ്ഞിരുന്നിട്ടും ശ്രീരാമൻ വിരഹജ്വലയിൽ വെന്തുനേറിയില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ അയോധ്യയിൽ രാമരാജ്യം സ്ഥാപിക്കുവാൻ കഴിയുമായിരുന്നില്ലല്ലോ. ജാനകിയെ വേർപിരിഞ്ഞുവെങ്കിലും അദ്ദേഹം ഒരിക്കലും പുരുഷാർത്ഥത്തെ നിന്ദിച്ചിട്ടില്ല. രാജ്യത്തോടുള്ള കർത്തവ്യത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. അതുകൊണ്ട് ആര്യാവർത്തം മുഴുവൻ അദ്ദേഹം പുരുഷോത്തമനായി അറിയപ്പെട്ടു. അർജുനന് സഖാവ് പറഞ്ഞതെല്ലാം പിടികിട്ടിയോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. വീണ്ടും പരിഹാസം തുടങ്ങി. അങ്ങനെയാണെങ്കിൽ അങ്ങയോടൊപ്പം ദ്വാരകയിൽ തന്നെ പോകേണ്ടി വരും. അവിടെ താമസിച്ച് ആത്മാവും തമ്മിലുള്ള പ്രേമം അഭ്യസിക്കേണ്ടി വരും. അങ്ങനെ പഠിപ്പിക്കണം. മടങ്ങി വന്ന് കൃഷ്ണയുടെ കൂടെ പുതിയ ദാമ്പത്യ ജീവിതം ആരംഭിക്കാം. അതിൽ കൃഷ്ണയ്ക്ക് എതിർപ്പുണ്ടോ ഉണ്ടാകുകയില്ല. കൃഷ്ണൻ ചിരിച്ചു. സഖേ, ആത്മാവിനോടുള്ള പ്രേമം ലൗകിക നേത്രങ്ങളാൽ കാണുവാൻ കഴിയുകയില്ല. ആത്മാവിനെ മാത്രമേ അത് കാണുവാൻ കഴിയൂ. അനുഭവത്തിലൂടെയും അനുഭൂതിയിലൂടെയും മാത്രമേ ആ പ്രേമത്തിന്റെ കല അഭ്യസിക്കുവാൻ കഴിയൂ. അതിനുവേണ്ടി ദ്വാരകയിൽ പോയി പരിശീലനം നേടേണ്ട ആവശ്യമില്ല. ഇന്ദ്രപ്രസ്ഥത്തിൽ രാജധാനി സ്ഥാപിച്ചതുകൊണ്ട് മാത്രം കർത്തവ്യം പൂർത്തിയായെന്ന് കരുതരുത്. ഇത് തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. അർജുനൻ അല്പം നീരസമുണ്ടായി. പാണ്ഡവന്മാർക്ക് ബാല്യം മുതൽ അവകാശ തർക്കം, അന്യായം, അധർമ്മം എന്നിവയെ നേരിടേണ്ടി വന്നു. ധനം, ബഹുമതി എന്നിവയ്ക്ക് വേണ്ടി അനുപദം പൊരുതേണ്ടി വന്നു. അച്ഛനില്ലാതെ 5 സഹോദരന്മാർ അമ്മയുടെ ത്യാഗത്തിന്റെയും നിഷ്ഠയുടെയും ആദർശത്തിന്റെയും തണലിൽ വളർന്നു വന്നു. ഇപ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിൽ സമാധാനപൂർണമായ ജീവിതം കഴിച്ചുകൂട്ടുവാൻ അടിത്തറ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത് യുദ്ധത്തിന്റെ തുടക്കം മാത്രമാണെന്ന് കൃഷ്ണൻ പറയും. കൃഷ്ണനാകട്ടെ ദിവ്യദൃഷ്ടിയും ദൂരവൃഷ്ടിയും ഉള്ളവനാണ്. പാണ്ഡവന്മാരുടെ ജീവിതത്തിൽ കൂടുതൽ സംഘർഷത്തിന്റെയും സംഗ്രാമത്തിന്റെയും കലോച്ച കേൾക്കുന്നുണ്ടല്ലേ? അർജുനൻ വിനീതമായ ബാലനെ പോലെ ചോദിച്ചു. സഖേ, യുധിഷ്ഠിരൻ ഹസ്തിനാപുരിയുടെ മുഴുവൻ രാജാവേകേണ്ടിയിരുന്നു. സംഘർഷവും രക്തച്ചൊരിച്ചിലും ഒഴിവാക്കുന്നതിനു വേണ്ടി ഞങ്ങൾ പകുതി രാജ്യം കൊണ്ട് സംതൃപ്തരായി. തരിശായി കിടന്ന വിജനമായ കാടുപോലെയുള്ള കാണ്ഡവപ്രസ്ഥം അങ്ങയുടെ സഹായത്തോടെ ഞങ്ങൾ സ്വർഗതുല്യമാക്കി. എന്നിട്ടും ഞങ്ങളുടെ ജീവിതത്തിൽ സംഘർഷവും സംഗ്രാമവും അവസാനിച്ചിട്ടില്ലെന്നോ? കൃഷ്ണൻ ഗൗരവം പൂണ്ടു. മുഖശോഭ മാറി. നിമിഷങ്ങൾക്കതിന് അദ്ദേഹത്തിന്റെ മുഖം പാണ്ഡിത്യത്തിന്റെയും മഹിമയാലും അലൗകിക പ്രതിഭയുടെ ദീപ്തിയാലും തേജസ്സുറ്റതായി. ആ മുഖത്തിന് ചുറ്റും ഉജ്ജ്വലമായ പ്രഭാവലയം കാണുവാൻ കഴിഞ്ഞു. ഞാനും അർജുനനും മന്ത്രമുഗ്ധന്മാരെ പോലെയുള്ള കൃഷ്ണന്റെ ദീപ്തവലയത്തിൽ എങ്ങോ മറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു, സഹോദരന്മാർ തമ്മിലുള്ള വിരോധത്തിന്റെയും പേര് പറഞ്ഞ് അന്ധനായ ധൃതരാഷ്ട്ര മഹാരാജാവ് ഒരു രാഷ്ട്രം 2ആയി ഭാഗം വെക്കുകയും ഹസ്തിനാപുരവും ഇന്ദ്രപ്രസ്ഥവും എന്ന 2 രാജധാനികളാക്കി ബലപുഷ്ടമില്ലാതെ തരിശുഭൂമിയിൽ നിഷ്ഠയുടെയും സാധനയുടെയും ഏകാഗ്രതയുടെയും ധർമ്മചിന്തയുടെയും പുണ്യകർമ്മങ്ങളുടെയും ബലത്തിൽ സുന്ദരങ്ങളായ പുഷ്പോദ്യാനങ്ങളിൽ നിർമ്മിക്കുവാൻ കഴിയുമെന്ന് മനസ്സിലാക്കുവാൻ ധൃതരാഷ്ട്രർക്ക് കഴിവില്ലാതെയായിപ്പോയി. ഇപ്പോൾ ഇന്ദ്രപ്രസ്ഥത്തിന്റെ അഭിവൃദ്ധി കൗരവന്മാർക്ക് അസൂയയ്ക്കും കാരണമായി തീർന്നു. അസൂയമൂത്തവരുടെ മനസ്സിൽ ഇന്ദ്രപ്രസ്ഥത്തോട് ശത്രു ഉളവായി ഇപ്രകാരം ഒരു രാജധാനിയും തമ്മിൽ അശാന്തിയും അനിശ്ചിത്വവും തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളപ്പോൾ പാണ്ഡവന്മാർക്ക് ഉത്കണ്ഠരഹിതരായി അസുഖം കഴിയുന്നത് എങ്ങനെയാണ്? കൃഷ്ണന്റെ വ്യാഖ്യാനം കേട്ട് അർജുനൻ വ്യഥിതനും ആചാര്യചകിതനുമായി തീർന്നു. കുറ്റപ്പെടുത്തുന്ന സ്വരത്തിൽ പറഞ്ഞു,
സഖേ, അങ്ങ് ദൂരദൃഷ്ടിയുള്ളവനാണ്. ഇങ്ങനെ സംഭവിക്കുമെന്ന് അങ്ങക്കറിയാം. എന്നിട്ടും ധൃതരാഷ്ട്രരുടെ നിർദ്ദേശം സ്വീകരിച്ചത് എന്തിന്? ശ്രീകൃഷ്ണൻ വക്രദൃഷ്ടിയോടെ അർജുനനെ നോക്കി. വളഞ്ഞ ചുണ്ടുകളിൽ വിരിഞ്ഞ ഗൂഢമായ ചിരി അദ്ദേഹത്തിന്റെ ദീപ്തമായ മുഖത്തമണ്ഡലത്തെ കൂടുതൽ ശോഭനമാക്കി. അദ്ദേഹം മൃദുസ്വരത്തിൽ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിലും ചില സമയത്ത് ഒരു തീരുമാനമെടുക്കേണ്ടി വരും. മഹത്തരമായ ഒരു ഉദ്ദേശത്തിന് വേണ്ടി വഴിമധ്യേ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരും. ത്യാഗങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരും. ആര്യാവർത്തത്തിന്റെ വിഭജനം ഈ മഹത്തരമായ ഉദ്ദേശത്തിന്റെ സാധനയിൽ നിർവഹിപ്പിക്കപ്പെട്ട ആദ്യത്തെ ആഹൂതിയാണ്. അധർമ്മത്തിന്റെ അഴിഞ്ഞാട്ടമില്ലെങ്കിൽ ധർമ്മ സംസ്ഥാപനത്തിന്റെ ആവശ്യകത ആർക്കും മനസ്സിലാവില്ല. ന്യായവും ധർമ്മവും സ്ഥാപിക്കുവാൻ വേണ്ടി ഹസ്തിനാപുരിയിൽ കുറച്ചുനാൾ കൗരവന്മാരുടെ ഭരണം നടക്കേണ്ടത് ആവശ്യമാണ്. ഒരേ സമയത്ത് ഹസ്തിനാപുരിയിലെയും ഇന്ദ്രപ്രസ്ഥത്തിലെയും സാമൂഹിക ജീവിതത്തെയും സാംസ്കാരിക ഉന്നമനത്തെയും താരതമ്യം ചെയ്ത് ജനങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ ജനാഭിപ്രായം ധർമ്മത്തിന്റെ പക്ഷത്താവും. ധർമ്മത്തിന് പ്രചാരണത്തിന്റെയും പരസ്യത്തിന്റെയും ആവശ്യമില്ല. ജീവിതാനുഭൂതിയും ആത്മചിന്തനവുമാണ് അതിനാവശ്യം. അതുകൊണ്ടാണ് ഞാൻ ധൃതരാഷ്ട്രരുടെ നിർദ്ദേശം അംഗീകരിച്ചത്. ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി ശ്രീകൃഷ്ണൻ ആസൂത്രണം ചെയ്ത അത്ഭുതകരമായ പദ്ധതിയുടെ കാര്യം ഞാനും അർജുനനും താല്പര്യത്തോടെ കേട്ടുകൊണ്ടിരുന്നു. ഗഹനമായ ചിന്തയിൽ മുഴുകിയ അർജുനൻ പറഞ്ഞു, സഖേ, ഹസ്തിനാപുരം സമൃദ്ധവും ഉന്നതവുമായ പ്രദേശമാണ്. ഇന്ദ്രപ്രസ്ഥം അതിന് തുല്യമായി തീർന്നു. വിഭജനത്തിന്റെ ഫലമായി രാജ്യത്തിലെ ഒരു ആവികസ്ഥിത പ്രദേശം പെട്ടെന്ന് വികസിതവും സമ്പദ് സമൃദ്ധവുമായി തീർന്നു. അങ്ങനെ നോക്കുമ്പോൾ 2 അല്ല 4 രാജധാനി സ്ഥാപിച്ചാലും ദോഷമുണ്ടാകുമോ? ഇതുമൂലം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വികസനത്തിന്റെ വെളിച്ചം പരക്കുമല്ലോ. അങ്ങയുടെ ധർമ്മ സംസ്ഥാപനത്തിന്റെ ഉദ്ദേശവും ഇതുതന്നെയല്ലേ? രാജ്യത്തെ എല്ലാ ജനങ്ങളും സുഖവും സമൃദ്ധവും അനുഭവിക്കുവാൻ ഇടയാകുമല്ലോ. ശ്രീകൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സഖി, നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവവും ആരോഗ്യപൂർണവും കരുത്തുറ്റവുമാണെങ്കിൽ പോലും ഏതെങ്കിലും 1-2 അവയവത്തിന്റെ സഹായം കൊണ്ട് മാത്രം നിങ്ങൾ ധനുർവിദ്യയിൽ പരാംഗതനാകുകയില്ല. ചിന്ത, ചേതന, കണ്ണ്, കാത്, കൈ, വിരൽ, കൈത്തലം, ചുരുക്കി പറഞ്ഞാൽ മുഴുവൻ ശരീരത്തിന്റെയും സഹകരണം കൂടാതെ അമ്പെയ്യുക സാധ്യമല്ല. എല്ലാ അവയവങ്ങളുടെയും ഇന്ദ്രിയ നീയങ്ങളുടെയും പൊരുത്തമില്ലാതെ മനുഷ്യന് മരത്തിൽ നിന്നൊരു പൂ പറിച്ചെടുക്കുവാൻ പോലും പറ്റുകയില്ല. അതുപോലെ തന്നെ രാഷ്ട്രത്തിലെ എല്ലാ പ്രദേശങ്ങളും അഭിവൃദ്ധി പ്രാപിച്ചാലും ഐക്യവും പൊരുത്തവും ഇല്ല എങ്കിൽ രാജ്യത്തിന്റെ ഭാവി അന്ധകാരവൃതമായി തീരും. രാജ്യത്തിലെ ഓരോ പ്രദേശവും വികസനം നേടുമെങ്കിലും ഖണ്ഡം ഖണ്ഡമായി തീർന്നാൽ അവിടുത്തെ സ്വാതന്ത്ര്യ സൂര്യൻ ചക്രവാളത്തിൽ വിലയം പ്രാപിക്കും. ആഭ്യന്തര യുദ്ധം ആരംഭിച്ചാൽ ബാഹ്യശത്രുവിന് രാജ്യത്തെ പരാജയപ്പെടുത്തുവാൻ അവസരം കിട്ടും. പഞ്ചപാണ്ഡവന്മാർ ഒരുമിച്ച് നിന്നാൽ ഭൂമണ്ഡലത്തെ മുഴുവൻ കൈവശപ്പെടുത്തുവാൻ കഴിയും. എന്നാൽ അവർ വേർപിരിഞ്ഞാൽ പരാജയമുണ്ടാകുമെന്ന കാര്യം പകൽ പോലെ സത്യമാണ്. അർജുനനും ഭീമനുമില്ലാതെ പാണ്ഡവന്മാരുടെ വീരത്വം പരിഹാസ വിഷയമാകും. അതുപോലെ തന്നെ യുധിഷ്ഠിരനോ സഹദേവനോ ഇല്ലാതെ രാജഭരണം ധർമ്മചിന്തയോ ദുഷ്ചിന്തയോ ഇല്ലാതെയായി തീരും. ഏതൊരു രാഷ്ട്രത്തിന്റെയും പുരോഗതിയും ഉയർച്ചയും അതിന്റെ ദേശീയമായ ഐക്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. ആര്യാവർത്തത്തിൽ ധർമ്മവും ദേശീയവുമായ ഐക്യത്തെ സ്ഥാപിക്കുകയാണ് എൻ്റെ പ്രധാന കർത്തവ്യം. പാണ്ഡവന്മാരുടെ പരിശ്രമം കൊണ്ടാണ് എൻ്റെ പ്രതിജ്ഞ പൂർണ്ണമാകുക. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിലെ ജഡത്വത്തിനോ അലസതയ്ക്കോ ഒട്ടുമിടമില്ല. ശ്രീകൃഷ്ണന്റെ ഉദ്ദേശം അതിമഹത്തതാണ്. എന്നാൽ ആ ഉദ്ദേശം പൂർത്തിയാക്കുന്നതിന് വേണ്ടി പാണ്ഡവന്മാർക്ക് അധർമ്മത്തിനും അവിവേകത്തിനും അസത്യത്തിനും എതിരെ ജീവിതകാലം മുഴുവൻ പൊരുതേണ്ടി വരും. ആർക്കാണ് ജയമുണ്ടാകുക എന്ന് പറയുവാൻ വയ്യ. അശുഭചിന്തയിൽ പെട്ടെന്ന് മനസ്സ് വിറച്ചു. ഹസ്തിനാപുരം മുഴുവൻ ഞങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഇന്ദ്രപ്രസ്ഥത്തിലും ആനന്ദത്തിലും സുഖത്തിലും സമ്പത്തത്തിലും കുറവൊന്നുമില്ല. പൗരജനങ്ങൾ പൈതൃകമായി ലഭിച്ച വീടും സ്വത്തുമെല്ലാം ത്യജിച്ചിട്ട് ഇന്ദ്രപ്രസ്ഥത്തിലെ പൗരവന്മാരായി തീർന്നു. പാണ്ഡവന്മാരുടെ ധർമ്മബോധത്തിന്റെയും സദ്ഭരണത്തിന്റെയും ഫലമായി ഹസ്തിനാപുരത്തെ അനേകം പൗരന്മാർ ഇന്ദ്രപ്രസ്ഥത്തിൽ കുടിയേർപ്പേർത്തു. കുന്തിദേവി പറയാറുണ്ടായിരുന്നു, കൃഷ്ണൻ അന്ത്യാരാമിയാണ്. മനസ്സിലുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കുന്നു. അമ്മയുടെ വാക്കുകളിലെ സത്യസംബന്ധതയെക്കുറിച്ച് എനിക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. കൃഷ്ണൻ എൻ്റെ മനസ്സിലുള്ള സംഗതി ശരിക്കും അറിഞ്ഞു. അദ്ദേഹം തീക്ഷ്ണ ദൃഷ്ടിയോടെ എന്നെ നോക്കി. സഖി, നിങ്ങൾ എത്ര വിദൂഷിയാണെങ്കിൽ കൂടി ചിലപ്പോഴൊക്കെ സാധാരണ സ്ത്രീയെപ്പോലെ സ്വാർത്ഥത പ്രേരിതരായി പോകുന്നു. അതിനാൽ എൻ്റെ ലക്ഷ്യസാധിക്കു വേണ്ടി പാണ്ഡവന്മാരെ നിയോഗിക്കുന്ന കാര്യം നിങ്ങൾക്ക് രുചിച്ചില്ല. ഭൂമിയിൽ ലക്ഷക്കണക്കിന് സ്ത്രീ പുരുഷന്മാരും പക്ഷിമൃഗാദികളും കീടങ്ങളും നിമിഷം പ്രതി ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. എല്ലാവരുടെയും മരണത്തിന്റെ ലക്ഷ്യം ഒന്ന് തന്നെ. എന്നാൽ ജനനത്തിന്റെ ലക്ഷ്യം ഒന്നല്ല. ചിലർ ജനിക്കുന്നത് അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനാണ്. ചിലർ ജനിക്കുന്നത് ലോകത്തിലെ ധീനരും ദളിതരും പതിതരുമായ ജനങ്ങൾക്ക് വേണ്ടി ജനിക്കുന്നത് ലോകത്തിലെ അവരവർക്കും വേണ്ടിയാണ്. അവനവന് വേണ്ടി ജീവിക്കുന്നവൻ മാത്രമേ ജീവരണത്തിനെ മരണത്തിലെ വയ്ക്കുന്നു. ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവർ മരിച്ചിട്ടും മരണത്തിന്റെ പിടിയിൽ അകപ്പെടുന്നില്ല. ലോകത്തിങ്ങനെ 2 തരം ജീവിതങ്ങളുണ്ട്. കൗരവന്മാരും പാണ്ഡവന്മാരും 2 തരം ജീവിതം നയിക്കുവാൻ വേണ്ടി വന്നവരാണ്. നിങ്ങൾ പാണ്ഡവന്മാരുടെ പ്രേരക ശക്തിയാണ്.
നിങ്ങൾ യജ്ഞസേനിയ. വിപ്ലവം, സംഘർഷം, ത്യാഗം മുതലായവയെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വിഷാദമുണ്ടാകുന്നത് എങ്ങനെ? പെട്ടെന്ന് എൻ്റെ മുഖം ലജ്ജ കൊണ്ട് ചുവന്നു. കൃഷ്ണനെ നേരിടുക വളരെ പ്രയാസമാണ്. മനസ്സിലുള്ളതെല്ലാം അദ്ദേഹം അറിയുന്നു. ഞാൻ മുഖം കുനിച്ച് സ്വയം നിന്ദിച്ചു. എനിക്ക് എന്തുകൊണ്ടാണ് ഇത്രയേറെ സ്വാർത്ഥത വന്നത്? ഒരു സാധാരണ പുരുഷൻ അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കും അച്ഛനമ്മമാർക്കും കുടുംബത്തിനും വേണ്ടിയുള്ളവനാണ്. എന്നാൽ ശ്രേഷ്ഠ പുരുഷൻ ദേശത്തിനും വർഗത്തിനും സമൂഹത്തിനും ലോകത്തിനുമുള്ളവനാണ്. എൻ്റെ 5 ഭർത്താക്കന്മാരെ ശ്രേഷ്ഠ പുരുഷന്മാരാണ്. ഞാൻ എൻ്റെ സുഖത്തിനു വേണ്ടി അവരെ എങ്ങനെ ബന്ധിച്ചു നിർത്തും? പെട്ടെന്ന് സഖാവിൻ്റെ വായിൽ നിന്ന് മസ്ഫുടമായ ഒരു വിളി ഉയർന്നു. അദ്ദേഹത്തിൻ്റെ താമര ഇതൾ പോലെയുള്ള കൈ രക്തപങ്കലമായിരിക്കുന്നു. ഒരു ഞെട്ടലോടെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നീങ്ങി. അർജുനൻ എഴുന്നേറ്റ് വന്ന് ചോദിച്ചു, എന്തുപറ്റി? എങ്ങനെ മുറിഞ്ഞു? ചുണ്ടിൻ്റെ കോണിൽ മൃദുമന്ദഹാസത്തോടെ കൃഷ്ണൻ പറഞ്ഞു, ആ സുദർശന ചക്രത്തിൻ്റെ പണിയാണിത്. സ്വന്തം ജീവിതം രക്തപങ്കലമാക്കാതെ ലോകത്തെ രക്തച്ചൊരിച്ചിലിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുകയില്ലെന്ന് കൂടെ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നോക്കൂ, നിരപരാധിയായ ശബരബാലൻ മരിച്ചു പോകുമായിരുന്നു. കൃത്യസമയത്ത് സുദർശനം വേണ്ടത് ചെയ്യും. കടുവയെ കൊന്നിട്ട് മടങ്ങി വന്ന സുദർശനത്തെ ഞാൻ അല്പം ആവേശത്തോടെ പിടിച്ചെടുത്തു. വിരൽ മുട്ടി മുറിഞ്ഞ് രക്തമൊഴുകി. എന്തായാലും ബാലൻ രക്ഷപ്പെട്ടു. കൃഷ്ണൻ മഹത്വത്തിന് മുന്നിൽ നമ്മളെയൊക്കെ എത്രയോ നിസാരൻ. ഞാൻ ആലോചിച്ചു. സഖാവിൻ്റെ ഹൃദയം ദളിതർക്കും പരിതർക്കും ആർത്തന്മാർക്കും വേണ്ടി സദാ ഉത്കണ്ഠപ്പെടുന്നു. ഞങ്ങളുമായി സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഇങ്ങ് ഇത്ര ദൂരെ ഇരുന്ന് ആ ബാലന്റെ മരണം കാണുവാൻ അദ്ദേഹത്തിന് കഴിയുന്നു. കൃഷ്ണന്റെ തള്ളവിരലിലെ മുറിവിൽ നിന്ന് രക്തപ്രവാഹം നിലയ്ക്കുന്നില്ല. അർജുനൻ വ്യാകുല സ്വരത്തിൽ പറഞ്ഞു, കൃഷ്ണേ, സഖാവിന്റെ മുറിവിൽ അമർത്തിപ്പിടിക്കൂ. രക്തമൊഴുകുന്നത് നിൽക്കട്ടെ. ഞാൻ ഔഷധത്തിന് ഏർപ്പാട് ചെയ്യാം. അദ്ദേഹം കാട്ടിലെ ചെടികൾക്കിടയിൽ മറഞ്ഞു. ഞാൻ സഖാവിന്റെ തള്ളവിരൽ അമർത്തി പിടിച്ചുകൊണ്ടിരുന്നു. കൃഷ്ണൻ കണ്ണടച്ച് മൃദുസ്വരത്തിൽ പറഞ്ഞു, കൃഷ്ണേ, സ്നേഹസ്പർശം ഇത്ര മധുരവും സ്നിഗ്ധവുമാണെന്നറിഞ്ഞിരുന്നുവെങ്കിൽ ദിവസവും സുദർശന ചക്രം പരീക്ഷിച്ച് വിരൽ മുറിക്കുമായിരുന്നു. എനിക്ക് ഈ പരിഹാസരത്തിൽ രസം തോന്നിയില്ല. രക്തസ്രാവം നിലച്ചില്ല, കൂടി വരുന്നതേയുള്ളൂ. ഞാൻ പെട്ടെന്ന് എൻ്റെ സാരിത്തുമ്പ് വലിച്ചു കീറി മുറിവിൽ വെച്ച് കിട്ടി. സാരി കീറുന്ന ശബ്ദം കേട്ട് മായയോടി വന്നു. മഹാറാണി എന്താണ് ഈ കാട്ടിയത്? ഇത്ര വലിയേറിയ സാരി കീറിയെന്നോ? അർജുനൻ ഇപ്പോൾ വരുമായിരുന്നില്ലല്ലോ. മരുന്ന് കൊടുത്തതിന് ശേഷം രക്തം തനിയെ നിലക്കമായിരുന്നു. മായയുടെ വാക്കുകൾ കേട്ട് എനിക്ക് ദേഷ്യം വന്നു. മായേ, നീ കൃഷ്ണനെ എത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു. നീ അദ്ദേഹത്തിന്റെ പ്രിയ തോഴിമാരായിരുന്നില്ലേ? ഇപ്പോൾ എൻ്റെ തോഴിയായ ശേഷം ഒരു സാരിയോട് ഇത്ര മോഹമോ? മനുഷ്യന്റെ ശരീരത്തിലെ ഒരു തുള്ളി രക്തവുമായി താരതമ്യം ചെയ്യുമ്പോൾ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു പോലും തുച്ഛമാണെന്ന് തോന്നും. മാത്രവുമല്ല, ഇത് വെറും സാധാരണക്കാരനായ ഒരുത്തിന്റെ രക്തമല്ല, ശ്രീകൃഷ്ണന്റെ രക്തമാണ്. ഈ ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠനായ പുരുഷന്റെ ദേഹത്തിലെ രക്തം. സാരി കീറി എന്നത് എത്ര സാധാരണമായ ഒരു കാര്യം. അതിലെന്താണ് ഇത്ര വലിപ്പം? മായ കുടിലമായ പുഞ്ചിരിയോടെ പറഞ്ഞു, മഹാറാണി, ശ്രീകൃഷ്ണന്റെ രക്തം സാധാരണ മനുഷ്യന്റെ രക്തമല്ലാത്തതുപോലെ തന്നെ ഈ സാരിയും ഒരു സാധാരണ സാരിയല്ല. ഇന്ദ്രപ്രസ്ഥത്തിലെ മഹാറാണിയെ സംബന്ധിച്ചിടത്തോളം ഒരു സാരി വലിയ കാര്യമൊന്നുമല്ല. എന്നാൽ ആ സാരി അവിടുത്തെ സുഖത്തിന്റെയും സുരക്ഷയുടെയും മാന്യതയുടെയും പ്രതീകമാണ്. ഇന്ദ്രപ്രസ്ഥത്തിലെ സഭാമണ്ഡപത്തിന്റെ വാസ്തുബലി കർമ്മം നടന്ന ദിവസം 5 ഭർത്താക്കന്മാർ ചേർന്ന മഹാറാണിക്ക് ഉപഹാരമായി നൽകിയതാണ് ഈ സാരി. ഈ സാരി ധരിച്ചുകൊണ്ടാണ് അവിടുന്ന് യുധിഷ്ഠിര മഹാരാജാവിനോടൊപ്പം ഹവനത്തിനിരുന്നത്. സഭാമന്ദിരത്തിലെ സിംഹാസനത്തിൽ അഭീക്ഷിതരായി ഇരുന്നതും ഈ സാരി ധരിച്ചുകൊണ്ട് തന്നെ. ഇത് സൂക്ഷിച്ചു വെക്കുവാനുള്ളതാണ്. മംഗളകാര്യങ്ങളുടെ സമയത്ത് ധരിച്ചിരിക്കുന്ന സാരി കീറുകയോ കത്തിക്കുകയോ ചെയ്യുവാൻ പാടില്ല. ആർക്കും ദാനം ചെയ്യുവാനും പാടില്ല. അവിടുന്ന് ശുഭാശുഭാഗങ്ങളെപ്പറ്റി ചിന്തിക്കാതെ അത് വലിച്ചു കീറി കൃഷ്ണന്റെ കയ്യിൽ കെട്ടി. ഒരു കഷ്ണം അദ്ദേഹത്തിന് ദാനം ചെയ്യുകയും ചെയ്യും. ഭാവിയിലെ ഏതോ അശുഭത്തിന്റെ സൂചനയാണെന്ന് ഞാൻ സംശയിക്കുന്നു. മായയുടെ വാക്ക് കേട്ട് എൻ്റെ മനസ്സിൽ സ്ത്രീ സഹജമായ ആശങ്ക ഉദിച്ചു. എങ്കിലും അടുത്ത നിമിഷം ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിച്ചു. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മായേ, ബാല്യകാലം മുതൽ ഇന്ന് വരെ ഓരോ ചുവടുവെപ്പിലും എൻ്റെ ഭർത്താക്കന്മാരുടെ സുരക്ഷയിലും സുഖത്തിലും സമൃദ്ധിയിലും നന്മയിലും സഹായിയായി നിന്നിട്ടുള്ള അദ്ദേഹത്തിന് വേണ്ടി എത്ര വിലപിടിപ്പുള്ള വസ്തു നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുമൂലം എന്തെങ്കിലും അശുഭം ഉണ്ടായാൽ അദ്ദേഹം ഉണ്ടായിരിക്കുകയെ എനിക്കൊരാപത്തും സംഭവിക്കുകയില്ല. പാണ്ഡവന്മാർക്ക് നന്മ ചെയ്യുന്നവനാണ് കൃഷ്ണൻ. എന്തെങ്കിലും അത്ഭുതം ഉണ്ടായാൽ, എന്തെങ്കിലും അശുദ്ഭവം ഉണ്ടായാൽ അദ്ദേഹം അത് നോക്കിക്കൊള്ളും. നീ എന്തിനാണ് അതോർത്ത് തലമുണ്ടാക്കുന്നത്? മായ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ബന്ധുഭക്തിയല്ലാതെ മറ്റാരും ഇങ്ങനെയൊരു ത്യാഗം ചെയ്യുകയില്ല. രുക്മിണിയും സത്യഭാമയുമായാൽ പോലും മംഗളകർമ്മം നടന്നപ്പോൾ ധരിച്ച സാരി ഒരു തുള്ളി ചോരയ്ക്ക് വേണ്ടി കീറിക്കളയുകയില്ല. ബന്ധുഭക്തിയുടെ സ്നേഹത്താൽ ബന്ധിതനായ ശ്രീകൃഷ്ണൻ ഇപ്പോൾ ദ്വാരകാപുരിയെയും മറ്റു ഭഗ്നിമാരെയും മറന്നുപോയിരിക്കുന്നു. മായയുടെ പരിഹാസം കേട്ട് ചിരി വന്നു. ഞാൻ ശ്രദ്ധയോടെ കൃഷ്ണന്റെ കോമളമായ കരപ്പല്ലവത്തിൽ സ്നേഹപർശമേകി ലജ്ജയാൽ വിറവുകൊണ്ടു.
എനിക്കെന്തോ ഭാഗ്യമാണ് ലഭിച്ചത്. അർജുനൻ മരുന്നുമായി വരുന്നത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ സ്വയം മറന്നിരുന്നു പോയി. പരമപുരുഷനായ കൃഷ്ണനെ ശുശ്രൂഷിക്കുവാൻ അവസരം ലഭിച്ചതിൽ ഞാൻ ധന്യയായി. കൃഷ്ണന്റെ കൈ ഞാൻ എൻ്റെ നെറ്റിയോട് അടുപ്പിച്ചു. ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്ന കൃതജ്ഞതയും ശുഭാശയും പ്രകടിപ്പിച്ചു. അർജുനൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സഖേ, ഈ ഭാഗ്യഹീനനും അല്പം സ്നേഹവും പരിഗണനയും നൽകണം. കൃഷ്ണയുടെ വാസ്ത്രാഞ്ചലത്തിൽ മംഗളാശംസകൾ മുഴുവൻ വർഷിക്കുന്നത് അന്യായമല്ലേ? കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സഖേ, നിങ്ങൾ വെറുതെ കഷ്ടപ്പെട്ടു. സഖിയുടെ സ്നേഹസ്പർശത്തിൽ രക്തസ്രാവം നിലച്ചു. മാത്രമല്ല, മുറിവിന്റെ പാടുപോലും ഇല്ലാതെയായി. ആ വെച്ചുകെട്ട് ഞാൻ അഴിക്കുന്നില്ല. ഇതിൽ സഖിയുടെ മമതയും മധുരഗന്ധവുമുണ്ട്. നിർമ്മലമായ സ്നേഹം സഞ്ജീവനിയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ ഔഷധത്തിന്റെ ആവശ്യം എന്താണ്? അർജുനന്റെ കയ്യിൽ നിന്നും മരുന്നും മറ്റും താഴെ വീണു. എന്റെ കീറിയ സാരിത്തുമ്പ വായുവിൽ ഇളകിക്കൊണ്ടേയിരുന്നു. കൃഷ്ണൻ മുറിവ് വെച്ച് കിട്ടിയ കൈ അർജുനന്റെ മേൽ വെച്ചുകൊണ്ട് സ്നേഹം നിറഞ്ഞ കണ്ണുകളോടെ അർജുനനെ നോക്കി പതുക്കെ പറഞ്ഞു, സഖേ, പൂക്കളുടെ ആവശ്യം എന്തോ? എനിക്ക് സുഗന്ധത്തോട് അമിതമായ താല്പര്യമാണുള്ളത്. അത് നിങ്ങൾക്കറിയാം. ഭൂമിയുടെ ഏത് കോണിലെങ്കിലും ഒരു പൂ വിരിഞ്ഞ അതിന്റെ സുഗന്ധം എനിക്ക് അർപ്പിക്കപ്പെട്ടാൽ ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കും. സുഗന്ധം പവിത്രമാകും. ഓർമ്മയുടെ സുഗന്ധം മനസ്സിന്റെ ആഴങ്ങളിൽ നിലനിൽക്കുന്നു. ഇന്നത്തെ ഈ ഓർമ്മ എൻ്റെ ജീവിതത്തെ മുഴുവൻ സുഗന്ധപൂർണ്ണമാക്കും. എന്നെ അപാരമായ ആനന്ദത്തിൽ ആറാടിക്കും. എന്നെങ്കിലും എനിക്ക് കൃഷ്ണയുടെ ഈ കടം വീട്ടേണ്ടി വരും. തുടരും.